Now I am discuss another theorem. If f element LAB is a linear function defined on AB and integral a to x f dt is equal to 0 for every x element open interval AB, then f equal to 0 almost everywhere in open interval AB. Given that integral a to x f dt equal to 0 for every x element AB, and prove that f equal to 0 almost everywhere in AB. Okay. Here the question is x element AB is given and integral a to x starting point a to x f dt equal to 0. The ക്വസ്റ്റ്യനിലുണ്ട്. നമ്മൾ ഇനിയിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എ ബി എന്ന ഇൻ്റർവലിന് ഇടയിലെ അല്ലെങ്കിൽ കണ്ടെയ്ൻ ചെയ്യുന്ന അല്ലെങ്കിൽ എ ബിയുടെ സബ്സെറ്റ് ആകുന്ന ഒരു ഇൻ്റർവൽ നമ്മൾ ചൂസ് ചെയ്യുന്നു. സൈ ഇറ്റ. ആ ഇൻ്റർവെല്ലും എഫ് ഡി ടിയുടെ വാല്യൂ 0 ആണെന്ന് ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നു. ഇതാണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് തരുന്ന കാര്യം ഇൻ്റഗ്രൽ എ ടു സൈ എഫ് ഡി ടി 0 ഗിവൺ ആൻഡ് ആൾസോ ഇൻ്റഗ്രൽ എ ഇറ്റ എഫ് ഡി ടി 0 ദാറ്റ് ഈസ് ഗിവൺ ലൈക്ക് എക്സ് where x element AB, then integral a to x, integral a to x. Similarly, integral a to f dt equal to 0, integral a to eta f dt equal to 0. Then we use the additive property. What is additive property? Integral a to b f dx is equal to integral a to c f dx plus integral c to b of dx, where c is a point in between a and b. Similarly, a psi integral a to here we use the interval psi eta, therefore a psi f dt plus psi eta f dt is equal to integral a eta f dt by using additive property. And here we start with a integral a to a, here integral a from a, therefore this can be written as 0 and this is 0, therefore integral from psi to eta f dt equal to 0. Now we select O be any open set. Let us assume O be any open set and O contained in AB, or assumption. Therefore, by theorem, the open set O can be written as union of n equal to 1 to infinity a n b n, where a n comma b n are element in
open interval AB, and this is countable then by, and also disjoint open intervals. So integral over O f dt, this can be written as of the form sigma n equal to 1 to infinity integral an bn f dt. അപ്പോൾ നമ്മൾ ഇതുപോലെ തിയറംസ് ഈ ഓപ്പൺ ഇൻ്റർവൽ ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഡിസ്ജോയിൻ്റ് ഓപ്പൺ ഇൻ്റർവൽസിൻ്റെ യൂണിയനായി എഴുതാൻ പറ്റുമെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ ഓ എഫ് ക്യാൻ ബി റിട്ടൺ ആസ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to infinity ഇൻ്റഗ്രൽ എ എൻ ബി എൻ എഫ് ഡി ടി. അങ്ങനെ സൂചിപ്പിക്കാമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു തിയറം കണ്ടിട്ടുണ്ട്. ഹിയർ എ എൻ ബി എൻ ആർ എലമെൻറ്റ് ഇൻ എ ബി. Therefore, ANBN is an open interval in AB like eta psi or psi eta. Therefore, this value is 0. Therefore, sum equal to 0. Now we get another result. O is an open set. Integral over open set f dt equal to 0. Okay. നമുക്ക് തെളിയിക്കേണ്ടത് എഫിൻ്റെ വാല്യൂ 0 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് നമ്മളൊരു ഓപ്പോസിറ്റ് വേയിൽ, അതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ വരുന്ന രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്യാൻ പോവുകയാണ്. എഫിൻ്റെ വാല്യൂ 0 ഓൾമോസ്റ്റ് എവരിവെയർ എന്ന് പറയുന്നത് അത് ഫാൾസ്, തെറ്റ, അങ്ങനെ അല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെ അല്ല എന്ന് അസ്യൂം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? there exists a set E is contained in open interval AB with measure E greater than 0. അങ്ങനെ അല്ല എൻ്റെ മീനിങ് എഫ് ഈക്വൽ 0 എവരിവെയർ ആണ്, ആൾമോസ്റ്റ് എവരിവെയർ ആണെങ്കിൽ ഈ മെഷർ ഓഫ് ഇങ്ങനെ വരുന്ന പോയിൻറ്റുകളുടെ മെഷർ 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെ അല്ലാത്തത് കൊണ്ട് മെഷർ ഓഫ് ഇ എന്ന് പറയുന്നത് പോസിറ്റീവായിരിക്കും. എങ്ങനെ? എഫ് ഗ്രേറ്റർ ദാൻ 0 ഓൺ ഇ. നമ്മൾ അങ്ങനെ ഒരു അസംഷൻ എടുക്കുക. എഫ് ഈക്വൽ ടു 0 ആൾമോസ്റ്റ് എവരിവെയർ എന്നത് ഫാൾസ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? തീർച്ചയായിട്ടും എ ബിയിലൊരു സബ്സെറ്റ്, ഒരു ഓപ്പൺ ഇൻ്റർവെൽ ഉണ്ടാവും എ ബിയിലെ. അതിൻ്റെ ഇയുടെ മെഷർ മോർ ദാൻ 0 ആണെന്നും, എങ്ങനെ വരുന്ന രീതിയിൽ എഫ് മോർ ദാൻ 0 ഓൺ ഇ, ഇത് ശരിയാകുന്ന എക്സുകളുടെ കളക്ഷൻ ഇ, അതിൻ്റെ മെഷർ ഗ്രേറ്റർ ദാൻ 0 ആണെന്നും കൂടി നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഇ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇ എന്ന് പറയുന്നത് സെറ്റ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0, അങ്ങനെയുള്ള ഇയുടെ മെഷർ പോസിറ്റീവാണെന്ന് അസ്യൂം ചെയ്തിരിക്കുക. അപ്പോൾ ഇങ്ങനെ ശരിയാകുകയാണെങ്കിൽ ദെൻ therefore there exists a ക്ലോസ്ഡ് സെറ്റ്. നമ്മൾ പല പല തിയറംസ് അവിടെ ഉപയോഗിക്കുക, പറഞ്ഞ നേരത്തെ പഠിച്ച തിയറംസ് ഇവിടെ ഉപയോഗിക്കുക. there exists a ക്ലോസ്ഡ് സെറ്റ് എഫ് contained in E such that measure of F is positive. മെഷർ ഓഫ് ഇ ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെയുണ്ടെങ്കിൽ ഇയിലുള്ളൊരു ഓപ്പൺ സെറ്റാണ് എഫ്, അതിൻ്റെ മെഷർ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള തിയറംസ് ഇവിടെ ഉപയോഗിച്ചു. ഇനി വീണ്ടും നമ്മൾ അസ്യൂം ചെയ്യുന്നു ഒ എന്ന ഓപ്പൺ സെറ്റിനെ എ ബിയിൽ നിന്നും, ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ നിന്നും ക്ലോസ്ഡ് സെറ്റ് എഫിനെ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ഓപ്പൺ ഇൻ്റർവൽ ഇത് ഓപ്പൺ ആയതുകൊണ്ട് എ ബി മൈനസ് എഫ് എന്ന് പറയുന്നത് ഓപ്പൺ സെറ്റാണ്. ഓക്കെ, ദെൻ ഇൻ്റഗ്രൽ ഓവർ ദാറ്റ് ക്ലോസ്ഡ് സെറ്റ് എഫ് എഫ് ഡി ടി ഈസ് ഈക്വൽ ടു, ഹിയർ O equal to AB minus F, therefore integral over F dt can be written as integral A to B F dt minus integral over O F dt. ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും.
ഇതിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ടി മൈനസ് ഇൻ്റഗ്രൽ ഒ എഫ് ഡി ടി, ഈ രണ്ട് കേസും നമ്മൾ നേരത്തെ സീറോ ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സീറോ ആണെന്ന് നമ്മൾ തന്നിട്ടുണ്ട്. ഇത് സീറോ ആണെന്ന് നേരത്തെ തെളിയിച്ച് കഴിഞ്ഞു. ഇതും സീറോ ആണ്. 0 - 0 0. ദെയർഫോർ ഇൻ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് സെറ്റ് എഫ് ഡി ടി ഈസ് ഈക്വൽ ടു 0, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. നമ്മൾ അസ്യൂം ചെയ്തത് എഫ് സ്മോൾ എഫ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ഓൺ എഫ് വിത്ത് മെഷർ ഓഫ് എഫ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ എഫിൽ ഓവർ എഫിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 ലഭിക്കില്ല, 0 കിട്ടുക. അത് കോൺട്രഡിക്ഷനാണ്. ദെയർഫോർ എഫ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവരിവെയർ. ഹെൻസ് ദി റിസൾട്ട്.